ഗൈസ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അകത്തിലെ 9ാമത്തെ എപ്പിസോഡാണ്. ദിവസം ഞാൻ വീഡിയോ ഇട്ടത് 8ാമത്തെ എപ്പിസോഡായിരുന്നു. ഞാൻ അറിയാതെ അതിനകത്തിൽ 9ാമത്തെ എപ്പിസോഡ് എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എപ്പിസോഡാണ്. ഒത്സുസുക്കി എങ്ങനെയാണ് നമ്മുടെ സേക്കുൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ക്രോം ആണെങ്കിൽ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്നത് നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ ഒരു ടെലസ്കോപ്പിൽ കൂടെ കാണുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാടധികം സന്തോഷമാവുകയാണ്. കൊഹാക്കു ആണെങ്കിൽ നമ്മുടെ ക്രോമിനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. സോ അന്നേരം നമ്മുടെ സേക്കുവിന്റെ ഫ്രണ്ട്സ് നമ്മുടെ ക്രോമിന് ഒരു ബാറ്ററി ഇട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം മറക്കരുത്, നമ്മുടെ ക്രോം ആണെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ തൈജുവിനെ യൂസൂറിയനെയും കണ്ടിട്ടില്ല. സേക്കുവിന്റെ ഫ്രണ്ട്സ് എന്ന് നമ്മുടെ ക്രോം പറയുന്നത് കേട്ടാ. നമ്മുടെ സേക്കുവിന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂസൂറിയക്ക് ഓൾറെഡി നമ്മുടെ സേക്കു ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ പുറകെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രോമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സാധ്യത അവിടെ ഇല്ല. ആകട്ടെ നമ്മുടെ ക്രോം അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും സന്തോഷിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാസ്കി ആണെങ്കിൽ അവരുണ്ടാക്കിയ ടാങ്കർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്രോമിനെ കാണിക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ സേക്കു പറയുകയാണ്, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയമായി, നമുക്ക് മിറാക്കിൾ കേവ് കൈയടങ്ങണം. സേക്കു പറയുന്നു, നിങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് പോയിട്ട് ആ മിറാക്കിൾ ഫ്ലൂയിഡിങ് എടുക്കുന്നു എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഒരുപാടധികം പേര് ഗാർഡായിട്ട് നിപ്പുണ്ടെന്ന് നമ്മുടെ സ്വീക്ക് അവരോട് പറയുകയാണ്. നിക്കി ഫ്രണ്ട്സും നമ്മളിവിടെ സപ്പോർട്ടിനുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഗെന്നും നമ്മളെ സഹായിക്കും. ആയിട്ടുള്ള പ്ലാൻ വർക്കായോ എന്ന് നമ്മുടെ ഗെന്നിനോട് വന്നിട്ട് ക്രോം ചോദിക്കും. എന്ന് ചോദിച്ചാൽ വർക്കായി, പക്ഷെ ഓക്കിയോക്കു അത് കേട്ടാൽ ഉറപ്പായിട്ടും പ്രശ്നമാകും. ഇത് തന്നെ നമ്മുടെ ഓക്കിയോക്കു ക്രോമിനെ സഹായിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സേക്കുവും ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ട് ആ ഗൊറില്ല ടാങ്കർ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് കിഡിലിനായിട്ടുണ്ടെന്ന് നമ്മുടെ കാസ്കി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. നമ്മുടെ യൂസൂറിയും നിക്കിയും കൂടെ ചേർന്നിട്ട് ഒരുപാടധികം സുക്കാട്സ് ആർമിക്കകത്തുള്ള ആൾക്കാരെ ഒരു സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ആ ലില്യന്റെ പാട്ട് അവിടെ പ്ലേ ചെയ്യുകയാണ്. സുക്കാട്സ് ആർമിക്കകത്തുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇത് ലില്യൻ ആണെന്നാണ്. സോ അങ്ങനെ അവരുടെ പ്ലാൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുകയാണ്. ഹലോ, ഞാൻ ലില്യനാണ് സംസാരിക്കുന്നത്. USA ഒരുപാട് ആൾക്കാർ റിവൈവ് ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ആർമിയെ കൂട്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. പല എല്ലാ ആൾക്കാരെയും ഞങ്ങൾ സഹായിക്കും. കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഗെന്നി മിമിക്രി ചെയ്ത് പറയുകയാണ്, ഞങ്ങൾ വരാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും, അതുവരെ സേക്കു പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കാന്. സോ അവർ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ പ്ലാൻ നല്ല രീതിയിൽ തന്നെ സക്സസ് ആകുകയാണ്. ലില്യൻ ആണെന്നാണ് സുക്കാട്സ് ആർമിക്കകത്തുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഓക്കിയോന്റെ ചെവിയിലേക്ക് ആ പാട്ട് കേൾക്കുന്നത്. കേട്ടോടെ തന്നെ ഞാനും ആ ഫോൺ കോളിൽ സംസാരിക്കട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓക്കിയോ അങ്ങോട്ട് വരികയാണ്. ഇതാണ് നിന്റെ ചാൻസ്, നീ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിമിക്രി ചെയ്യാൻ നമ്മുടെ സേക്കു പറയുന്നു. ഞാനാണ് ലില്യൻ എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. ഓ, നീ സോങ് പാടുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടായിരുന്നു, നീ സംസാരിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഇല്ല, അവൻ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. സോ ഓക്കിയോ വളരെയധികം ഷാർപ്പാണെന്ന് നമ്മുടെ സേക്കുവിന് മനസ്സിലാകുന്നു. നമ്മുടെ ഗെന്നിന് ഒരു കാര്യം മനസ്സിലാകുന്നത്, അവൻ വളരെയധികം ചെറുതായിട്ടായിരുന്നു സംസാരിക്കുന്നത്. സോ ക്രോമിനും സേക്കുനും മാത്രമേ അത് കേൾക്കത്തുള്ളൂ. അല്ല, നമ്മുടെ ഓക്കിയോ ആണെങ്കിൽ സുക്കാട്സർ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്തത് മാത്രമേ ഉള്ളൂ. കേട്ടപ്പനാണ് നമ്മുടെ സേക്കുന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ മൈക്ക് മേടിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, നീ ആ ക്രോമിനെ രക്ഷപ്പെടാൻ വേണ്ടി ബാറ്ററി കൊടുത്ത് സഹായിച്ചത് നീ അത് വളരെയധികം ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിച്ചല്ലോ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ അവനെ സഹായിച്ചത്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ യൂസൂറിയക്ക് കൊടുത്ത സീക്രട്ട് മിഷൻ. ദിവസങ്ങളിൽ യൂസൂറിയ ഞാൻ പോയി തുണി തയ്ച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമായിരുന്നു. നമ്മുടെ യൂസൂറിയയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗിലാണെങ്കിൽ എന്തോ രീതിയിലുള്ള ക്രാക്ക് സൗണ്ട് നമ്മുടെ ഓക്കിയോക്കു കേൾക്കുകയാണ്. ഓക്കിയോക്ക് മനസ്സിലാക്കിയാണ് അത് കല്ലാണെന്ന്. സോ തയ്ക്കുന്നതിന് എന്താണ് കല്ലെന്ന് പറഞ്ഞിട്ട് അവളെ ഫോളോ ചെയ്ത് പോവുകയാണ്. നമ്മുടെ യൂസൂറിയ ആണെങ്കിൽ വളരെയധികം വേഗത്തിൽ തന്നെ ആ തുണി തയ്ക്കുകയാണ്. ഇത് തയ്ച്ചായിട്ട് നമ്മുടെ യൂസൂറിയ വേറെ സ്ഥലത്തിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ ഒക്കിയോക്കു അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാടധികം കഷ്ടമാണ്, എന്നാലും ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാടധികം കല്ലെടുത്തിട്ട് അത് ഒട്ടിക്കുകയാണ്. സുക്കാട്സ പൊട്ടിച്ചു കളയുന്ന സ്റ്റാച്യൂസ് ആണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചൊട്ടിച്ചാൽ ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. നടക്കാത്ത കാര്യമാണ്, എന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കാതെ ഇവിടെ വരെ വന്നു. അവരെയും സഹായിക്കാൻ വേണ്ടി നീ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം സേക്കു. യൂസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചർ രക്ഷപ്പെടുത്തണം എന്ന് നമ്മുടെ ഓക്കിയോക്കു ക്രോമിനോട് പറയുകയാണ്. എന്നോട് ക്ഷമിക്ക് ബോസ്, എന്റെ കയ്യിൽ നിന്ന് ക്രോം ഓടിപ്പോയി പോകുന്നത്. നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ആ പോലീസ്മാൻ എന്തി എന്ന് നമ്മുടെ സുക്കാട്സ ചോദിക്കുന്നു. തീർന്നു നോക്കി എന്റെ കൺട്രോളിൽ ഇരുന്ന സമയത്താണ് അവൻ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഹേ ബഡി, ഞാൻ പറയുന്നത് പോലെ നീ ഒന്ന് കേൾക്ക്. പറ, നിന്റെ കൺട്രോളിൽ ഇരുന്ന സമയത്താണ് അവൻ താഴെ വീണെന്നും അത് മാത്രമല്ല ഞാൻ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചെന്നും അതിന് പ്രൂഫായിട്ട് നീ ഈ സാധനം കൊണ്ടുപോയിട്ട് അവനെ കാണിക്കാൻ വേണ്ടി പറയുന്നു. ആ പോലീസ്മാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പോലീസ്മാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുക്കാട്സനെ ആ സാധനം കാണിക്കുകയാണ്. പൊട്ടിച്ചു കളയുന്ന ആ സ്റ്റാച്യൂസ് തിരിച്ചൊട്ടിച്ചാൽ
ചില സാധ്യതയുണ്ട് അവരെ തിരിച്ച് ജീവനോട് കൊണ്ടുപോകാവുന്ന. വിശ്വാസമാണ് നിന്നെ, നീ സുക്കാട്സനോട് പറയത്തില്ലല്ലോ. സുക്കാട്സനോടൊന്നും പറയത്തില്ല, പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗെന്നു പറയുകയാണ്, ഹേ സേക്കു, നീ എന്തെങ്കിലും നെഗോസിയേഷൻ ഒക്കെ ചെയ്യും. ബിഗ് 3 ഒരാളാണ് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഗെന്നു പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവന്റെ കണ്ടീഷൻ ചോദിക്കുകയാണ്. എനിക്ക് അവധി തരണം. ഞാൻ വിചാരിച്ചു നീ ഒരു പന്നയാളാണെന്ന്, പക്ഷെ നീ ഒരു നല്ല ആളാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നല്ലവനായിട്ടുള്ള ഒരാളല്ല, പകരം ഞാനൊരു മണ്ടനാണ്. നമ്മുടെ ഓക്കിയോ പാസ് ചിന്തിക്കുകയാണ്. നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ നമ്മുടെ ഓക്കിയോ റിവൈവ് ചെയ്തിരിക്കുകയാണ്. കണ്ടുടനെ തന്നെ നമ്മുടെ സുക്കാട്സയ്ക്ക് മനസ്സിലാകുകയാണ് ഇവനും പ്രൈമറ്റ് ഹൈസ്കൂളിലുള്ള ഒരാളാണെന്ന്. സുക്കാട്സ എല്ലാ ആൾക്കാരോടും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓക്കിയോനോട് സുക്കാട്സയുടെ ഗോൾ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ ഒരുപാടധികം സ്റ്റാച്യൂസ് പൊട്ടിച്ചു കളയുകയാണ്. ആ സമയത്ത് നമ്മുടെ ഓക്കിയോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നുണ്ട്. സോ നമ്മുടെ ഓക്കിയോയ്ക്ക് സുക്കാട്സനെ അടിക്കണമെന്നൊക്കെ ഉണ്ട്, എന്നാലും തന്റെ ദേഷ്യം എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഓക്കിയോ. ഇതിനി കണ്ടോണ്ടിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരാളും കൺമുന്നിൽ വെച്ച് മരിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായിട്ടുള്ള വേൾഡിൽ എല്ലാ ആൾക്കാരും വിജയിക്കണം. ഇനി ആരും മരിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു പ്രോമിസ് മാത്രം നിനക്ക് എനിക്ക് തരാൻ വേണ്ടി സാധിക്കുമോ? ഓക്കിയോക്ക് പറയുകയാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു അത് സമ്മതിക്കുകയാണ്. പക്ഷെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ഒരാളുടെ രക്തം പോലും ഈ തറയിലേക്ക് വീരാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ സേക്കു അവനോട് പറയുകയാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഓക്കിയോക്കു സമ്മതിക്കുകയാണ്. നമ്മുടെ ഓക്കിയോക്കുവിന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത്, ആ 4 പേരെ കൊന്നത് നമ്മുടെ സേക്കുവും ബാക്കിയുള്ളവരുമല്ല. അവരെ തെള്ളിയിട്ട് കൊന്നിരുന്നത് ഹ്യൂഗയാണ്. ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തത് അത് സേക്കു ആണെന്നാണ്. സുക്കാട്സനെ ചതിക്കുവാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുകയാണ്. ഗേവിയാർഡിൽ ഒരുപാടധികം ഫുട് പ്രിന്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാടധികം ആൾക്കാർ വന്നു പോയിട്ടുണ്ടെന്ന് നമ്മുടെ ഹ്യൂഗയ്ക്ക് മനസ്സിലാകുകയാണ്. അതേ സമയത്തായിരുന്നു നമ്മുടെ സുക്കാട്സ അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഹ്യൂഗ സുക്കാട്സനോട് ചോദിക്കുന്ന സമയത്ത് മര്യാദ കൊടുക്കാനാണ്. ഹോസാൻ, യൂറാൻ, ഇറ്റ്സുക്കി, അക്കാച്ചി എല്ലാവർക്കും മര്യാദ കൊടുക്കാനാണ്. ഇവരെല്ലാരും ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് സേക്കു പോയിസൺ ഗ്യാസിന്റെ അകത്തിൽ തെള്ളിയിട്ട കൊന്നവരാണ്. എന്റെ ബ്രദേഴ്സിനെ പോലായിരുന്നു. ആ കല്ലാണെങ്കിൽ അവിടെ കുഴിച്ചിടാൻ വേണ്ടിയാണ് നമ്മുടെ സുക്കാട്സ വന്നിരുന്നത്. കേവിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സേക്കുവും ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് പോലാണ് നമ്മുടെ സേക്കു വെച്ചിരിക്കുന്നത്. ചെയ്യുമോ എന്ന് നമ്മുടെ ഗെന്നു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു പറയുകയാണ്, യൂസ് ചെയ്തിട്ട് ബലൂൺ വീർപ്പിക്കും. സോ അത് വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് നടക്കുന്നത് പോലെ ഉണ്ടാക്കും എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ടാങ്കർ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പേടിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, എനിക്കറിയാവുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. സേക്കു പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ തൈജുവിനെ കുറിച്ചാണ്. സോ തൈജുവിന്റെ കൂടെ യൂസൂറിയം വരുന്നുണ്ട് എന്നുമായിട്ട് നമ്മുടെ സേക്കുവിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മുടെ തൈജു വരുന്നുണ്ടെങ്കിലും നമ്മുടെ സേക്ക് നല്ല രീതിയിൽ തന്നെ ഡോഡ്ജ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറുകയാണ്. ഇത് തന്നെ നമ്മുടെ സേക്ക് പറയുകയാണ്, കിങ്ഡം ഓഫ് സയൻസ് റെഡി ആയിട്ടുണ്ട്. ചാർമിനടുത്ത് നടക്കാൻ വേണ്ടി പോകുന്ന ഫൈനൽ ബാറ്റിലാണിത് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. കുഴിച്ചിടാൻ വേണ്ടി നമ്മുടെ സുക്കാട്സ അത് തോണ്ടി നോക്കുന്ന സമയത്ത് അതിന്റെ അതിൽ ഫോൺ ഇരിക്കുന്നു. ഇതുകൊണ്ട് ഷോക്ക് ആകുന്ന നമ്മുടെ സുക്കാട്സ അത് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൽ സേക്കു എഴുതി വെച്ചിരിക്കുന്നു. കാണുന്ന സമയത്ത് നമ്മുടെ സുക്കാട്സ നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സേക്കും ബാക്കിയുള്ളവരുമാണ്. പറയുകയാണ് നമുക്കുള്ളത് 20 seconds ആണ്. സോ അതിനുള്ളിൽ സുക്കാട്സെ ബാക്കിയുള്ളവരും വരുന്നുണ്ട്. നമ്മൾ ആ കേവ് പിടിച്ചടക്കണം. അതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കും ബാക്കിയുള്ളവരും അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ആ കേവ് ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നീട് സംഭവിച്ച കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. ഇനിയാണ് ശരിക്കും ഈ സീസണിൽ വെറും 2 എപ്പിസോഡ്സ് ഉള്ളത്. നാളെ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് 9ാമത്തെ എപ്പിസോഡാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് 8ാമത്തെ എപ്പിസോഡും ഇതാണ് 9ാമത്തെ എപ്പിസോഡും. സോ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ അടിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഇനിയും ഈ സീസൺ 2 2 എപ്പിസോഡ്സും കൂടെ ഉള്ളൂ. സോ അത് ഞാൻ മിക്കവാറും ആ 2 എപ്പിസോഡ്സും നാളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. അറിയാത്തോ?